അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞമ്മക്കൂടെ അൽഹംദുലില്ലാ സുഖമാണ്. നമ്മളിവിടെ നിന്ന് മാവാട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇതാ ഒരു ഗ്ലാസ് ഉഴുന്നും അതിക്ക് കുറച്ച് ഉലുവി അതുകൊണ്ട് വെള്ളത്തിലിട്ടാൽ പിന്നെ അരി അവിടെ വെള്ളത്തിലിട്ടു കേട്ടോ. അതൊക്കെ പുതിർന്നു അവിടെ കേക്ക് എടുത്തിച്ചിക്കണ് അരിച്ചിങ്ങാണ്ടേ. അപ്പോൾ നമ്മളിതാണ് ഗ്രൈൻഡർക്ക് ഇടുകയാണ് കേട്ടോ. ആദ്യം ഉഴുന്നാണ് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ, പിന്നെ ആ ഉലുവൻ്റെ വെള്ളത്തിലിട്ടത് പുതിർത്തിയത് അതും വയ്ക്കാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൊണ്ട് ആട്ടട്ടെ. അപ്പോൾ ആ ഉലുവൻ്റെ വയ്ക്കാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നല്ലോണം അരയണം. ആ വാട്ടണങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഗ്രൈൻഡറിലാണ് ആട്ടൽ. 2 ദിവസത്തിനൊന്നായിട്ട് 2 ദിവസത്തിനും 3 ദിവസത്തിനൊക്കെ ഉണ്ടാവും. കാരണം രാവിലെ വൈകുന്നേരം ടിഫിൻ തന്നെ ഓടുക മാവാട്ടിയുണ്ടെങ്കിൽ. അപ്പോൾ അതിന് കണക്കാക്കിയാണ്ടാണ് മാവ് ഗ്രൈൻഡറിലാട്ടുക. പിന്നെ ഇവിടെ മിക്സിയിൽ ആട്ടൂല കേട്ടോ, എപ്പോഴും ഗ്രൈൻഡർ തന്നെ ആട്ടൽ. അപ്പോൾ നമ്മൾ ആട്ടേണ്ടത് നിങ്ങൾക്കാണ് കാട്ടിത്തരാമെന്ന് കരുതി. നമുക്ക് വേറെ വീഡിയോ ഒന്നും ഇല്ല. അപ്പം ഇന്നലെയൊക്കെ നമുക്ക് ബാങ്കിൽ കൂടെ പ്രശ്നങ്ങളാണ്, ലോണും കാര്യങ്ങളും അതിന് ഇതാക്കലൊക്കെയാണ്. അപ്പോൾ അടുപ്പത്ത് കൂടെ ഒക്കെ നിൽക്കുമ്പോൾ അതൊക്കെ വേഗം എടുക്കാനും ഇതിനൊന്നും സമയമല്ല. വേഗം എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിങ്ങാണ്ടേ അതിൻ്റെ പിന്നാലെ പോകുക. അതുകൊണ്ട് മക്കളെ കാര്യമായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദിവസം ഒരു വീഡിയോ ഇടും വേണം. എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്കൊന്നും അടിച്ചോളോണ്ടി. അതേമാതിരി എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് ആ വീഡിയോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള അഭിപ്രായം അവിടെ എഴുതിക്കൊണ്ടിട്ടോ. പൊന്നാര മക്കളെ ഇവിടെ എത്തിയില്ലേ, കുറച്ചും കൂടിയൊക്കെ നിങ്ങളെല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചാൽ നമുക്കൊന്ന് കരകയറല്ല എന്തെങ്കിലും ഒരു മെച്ചത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും വർത്താനം എന്താണ്? സുഖം തന്നെയല്ലേ? ഇതാ നമ്മൾ ഉഴുന്നതാ നല്ലോണം അരഞ്ഞിക്കണം കേട്ടോ. എടുക്കാനയക്കണം. ഇതിൻ്റെ എടുക്കട്ടെ. ഉഴുന്നിൻ്റെ എടുത്തുങ്ങാണ്ട് എന്നിട്ട് പിന്നെ അയക്കാൻ അരിയാണ് ഇട്ടാലേ അതുകൊണ്ടാണ് അരി. പൊന്നാര മക്കളെ ചൂടാണ്. ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല. എവിടെയും അകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. തറയൊക്കെ നിലമൊക്കെ എന്താ ചൂട് അറിയാം. എന്തെങ്കിലും ഒന്ന് വിരിച്ചിങ്ങാണ്ടിരിക്കാൻ ഇരിക്കും കിടക്കും ചെയ്യാന്ന് കരുതിയാൽ അതുമൊക്കെ ചൂടാണ്. ബെഡ്ഷീറ്റും പായും ഒക്കെ ചൂടാണ്. പൊരിഞ്ഞ ചൂട്. അതുകൊണ്ട് തന്നെ നമുക്ക് മെനക്കെട്ടുങ്ങാണ്ട് ഒരു വീഡിയോ മെനക്കെട്ടുങ്ങാണ്ട് ചെയ്യാനോ ഇതിനൊന്നും പറ്റണമില്ല. ചൂട് കാരണമുള്ള ഇതിൽ കൂടെ ഒന്നും കൂടി ടയേർഡാകുകയാണേ. അതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കട്ടെ.
ആട്ടി കഴിയാനായിക്കണ്ട മക്കളെ. ഇതാ എളുപ്പമാണേ, നമ്മൾ ഈ മിക്സിയിട്ട് കുത്തിരിക്കണേലേറെ നല്ല എളുപ്പമാണ്. പക്ഷേ എന്താണെന്നറിയോ, ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇതിനൊക്കെ വേവിക്കണം. വെജാത്ത നേരത്തൊന്നും ഈ പരിപാടി നടക്കൂല കേട്ടോ. കാരണം ഈ പിന്നെ കല്ലെടുക്കാനും വെക്കാനും അതിനും വേവിക്കണം. അത് നല്ല കേക്ക് വൃത്തിയാക്കാനും വെജാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല. വേവിക്കണ നേരത്തിന് ഇതിന് മെനക്കെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം മക്കളെ. ഒന്നാമത്തെ നമുക്കിപ്പം നാട്ടിൽ പോയി വന്നപ്പോഴേ തിരക്ക് പറഞ്ഞാൽ ലോണിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ബാങ്കിൽ സമയം തെറ്റി കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ശരിയാക്കും പോകും അതൊക്കെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനും ഒരു അധീനം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ വണ്ടിയും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ലൊരു വീഡിയോ വരാത്തത്. നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള മാനസികാവസ്ഥയും ശരിയല്ല, സമയം കൊണ്ട് ഒന്നുകൊണ്ട് ഇപ്പം ശരിയല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതാ കുറച്ചും കൂടി അരി ഉണ്ട് അവിടെ, അതും കൂടി അതിൽ കണ്ടിട്ട് കൊടുത്താൽ അത് കഴിഞ്ഞു. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മാവ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോകുകയോ വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എളുപ്പമാണേ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ലാതെ പൈച്ചിക്കണമെന്നുണ്ടെങ്കിൽ 2 ദോശ പറഞ്ഞ് തിന്നാലും പൈപ്പ് അടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ വരുന്ന നേരത്ത് നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ലേ, വെള്ളം അരിയൊക്കെ വേഗം വെള്ളം വിടും. അപ്പോൾ കരുതിയ മാതിരി ചെയ്ത് വെക്കാനും പറ്റൂല. മാവ് അവിടെ ഫ്രിഡ്ജിലവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.